ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 1-2 ദിവസമായി നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് പോരുന്നുണ്ട്. ഒരു കുടുംബത്തെ പോലെ നല്ല രീതിയിൽ എല്ലാവരും എക്സസൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് പോലെ മിക്ക ആളുകൾ കൃത്യമായി ചെയ്തു പോരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം ശരീരവേദന എന്തായാലും ഉണ്ടായിരിക്കും. അതിന് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു. നമ്മൾ മിക്ക ആളുകളും തീരെ എക്സസൈസ് ചെയ്യാത്ത ആളുകളാണ്. അവരെ ശരീരം മസിൽസൊക്കെ മിക്ക ടൈറ്റായി കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ മസിൽസ് ഒന്ന് അത് ബ്രേക്കിനിടയിൽ ചെറിയൊരു നീർക്കെട്ട് വരാൻ സാധ്യത, അതാണ് ശരീരവേദന വരാനുള്ള കാരണം. അപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഒരു 3-4 ദിവസം കൂടി എന്തായാലും ശരീരവേദന ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് പിടിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ. പിന്നെ കൃത്യസമയത്ത് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എല്ലാ ആളുകളും കൃത്യമായിട്ടും ക്യാമറ ഓൺ ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. പിന്നെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇപ്പോൾ കോച്ച് അല്ലെങ്കിൽ ഞാനോ മറ്റു കോച്ചുകളോ ക്ലാസ്സുകളോ ഒരു ദിവസം ഓരോ എക്സസൈസും 10-20 സെറ്റ് കാണിച്ചു തരും. പക്ഷെ അത് അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി എണ്ണം ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. 20 എണ്ണം ചെയ്യേണ്ട. ആദ്യത്തെ ദിവസം ഒരു 5 എണ്ണം ചെയ്യുക, പിന്നെ 6 എണ്ണം ചെയ്യുക. ദിനം പ്രതി എന്ത് ചെയ്യുക, ഈ സ്റ്റെപ്പ് കൂട്ടി കൊണ്ടുവരണം. ഒരു 10 ദിവസം കഴിഞ്ഞാൽ കോച്ച് ചെയ്യുന്ന അതേ വേഗതയിൽ, അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞാൽ കോച്ച് ചെയ്യുന്ന അതേ വേഗതയിൽ അതേ എണ്ണത്തിൽ എല്ലാവരും ചെയ്യാൻ സാധിക്കും. അപ്പം ശ്രദ്ധിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഫുഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി പറഞ്ഞു, എക്സസൈസ് ചെയ്യാൻ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രധാന പോയിന്റ്, സ്ത്രീകൾ ശരീരഭാരം വർദ്ധിക്കുന്ന പ്രധാന കാരണം പ്രസവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രസവാനന്തര ഭക്ഷണ രീതികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ മൈൻഡ് സെറ്റാണ്. എക്സസൈസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിലെ പ്രധാന ഘടകം എന്നുള്ളത് നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് മാറ്റം വരുത്തേണ്ടത്. എന്നെക്കൊണ്ട് കഴിയും, ഐ ക്യാൻ എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള മാനസികാവസ്ഥയിൽ വരേണ്ടതുണ്ട്. ചില ആളുകളുണ്ടാവും, എന്ത് പറഞ്ഞാലും അതിനോട് കഴിയില്ല, അതെനിക്ക് പറ്റില്ല, അങ്ങനത്തെ സംവിധാനം ഇവിടെ ഇല്ല. നമുക്ക് എന്നെക്കൊണ്ട് കഴിയും, എനിക്കെന്തായാലും വെയിറ്റ് കുറക്കണം, എനിക്കെന്തായാലും ഒരു കൃത്യമായിട്ട് ഒരു 5-6 മാസത്തിനുള്ളിൽ 10-15 കിലോ വെയിറ്റ് കുറയ്ക്കേണ്ടതുണ്ട്, ഞാൻ അതിന് വേണ്ടി മാക്സിമം പരിശ്രമിക്കും, എന്തായാലും എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ എന്നുള്ള മാനസികാവസ്ഥയിൽ വേണം മാത്രം നിൽക്കാൻ. മനുഷ്യൻ്റെ പ്രത്യേകത, നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിന്നാൽ തന്നെ ബാക്കി പകുതി റെഡിയായി. പിന്നെ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി 100% റെഡി ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കുക. എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും, എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ എന്നുള്ള മാനസികാവസ്ഥയിൽ വേണം മാത്രം എക്സസൈസിൽ നീങ്ങാൻ. പിന്നെ മറ്റ് ഉണ്ടാകുന്ന ഒരു ആളുകൾക്കുണ്ടാകുന്നൊരു അസ്വസ്ഥത സമയമല്ല. മലയാളിക്ക് എന്തിനും സമയം ഉണ്ടാവില്ല, എന്നല്ല ബാക്കി പ്രത്യേകിച്ച് ജോലിയും ചെയ്യുന്നുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അത് ഈ സമയം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭൂഗോളത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. അത് സാധാരണക്കാരാണെങ്കിലും പണക്കാരനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമയം കൃത്യമായി മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നിർബന്ധമായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇതിൽ ഭൂരിപക്ഷം ആളുകളും അമ്മമാരാണ്, കുറച്ചാളുകൾ ജെൻസും ഉണ്ട്. ഈ അമ്മമാരെ പ്രത്യേകത, അമ്മമാരെന്ത് ചെയ്യും, ഹസ്ബൻഡിന് വേണ്ടി ജീവത്യാഗം ചെയ്യും, മക്കൾക്ക് വേണ്ടി, മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ചെയ്യും. സ്വന്തം ആരോഗ്യം നോക്കാൻ അമ്മമാർ മറക്കാറുണ്ട്. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? മക്കൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി അങ്ങനെ കടന്നു മരിക്കും. പക്ഷേ അമ്മമാർ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചോ സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചോ അമ്മമാർ ചിന്തിക്കാറില്ല. അതുപോലെ ജെൻസും അതുപോലെ തന്നെയാണ്. ജീവിതത്തിൻ്റെ പ്രാരാബ്ദത്തിൻ്റെ ഇടയിൽ കുടുംബത്തിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ, കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം വരെ ചെയ്യേണ്ടി വരും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മാറി താമസിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന മറ്റേ ജെൻസും ഉണ്ട്. അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, അവർ ജീവിക്കുന്നവരെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് എന്താ പറയുക, ഒരു വ്യക്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഇത് ബാങ്ക് ബാലൻസ് ആണോ, അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റുകളാണോ, അദ്ദേഹത്തിൻ്റെ മറ്റു വരുമാനങ്ങളാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യമാണ്. ഈ ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോ? നിങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ, നമ്മളുണ്ടെങ്കിലല്ല ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അത് മാത്രം ഈ മലയാളി ചിന്തിക്കാറില്ല.
മലയാളി എന്ത് ചെയ്യും, പല പല ബിസിനസ്സും പല കാര്യത്തിലും ജീവിതത്തിന് സമയം അങ്ങനെ ചിലവഴിക്കും, പല കാര്യത്തിലും പിന്നാലെ ഓടും, പക്ഷേ സ്വന്തം ആരോഗ്യം നോക്കാറില്ല. പ്രത്യേകിച്ച് പ്രവാസികൾ പുരുഷന്മാർ അവരെന്ത് ചെയ്യും, 50-55 വയസ്സ് വരെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യും, എന്നിട്ട് നാട്ടിൽ വന്ന 100 കണക്കിന് അസുഖങ്ങളായിരിക്കും. അവർ ഈ ജോലി ചെയ്ത സമയത്ത് അവർ ആരോഗ്യം മൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയല്ല, നമ്മൾ ആരോഗ്യമുള്ള സമയത്തിന് എന്ത് ചെയ്യണം, നമ്മൾ ആരോഗ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, ആരോഗ്യത്തെ നോക്കേണ്ടതുണ്ട്, ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്ന എല്ലാവരും ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്താൽ മതി. ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ടാവും, ആഴ്ചയിൽ ഒരു ദിവസം അരമണിക്കൂർ ചെയ്താൽ മതി, കൂടുതൽ ചെയ്യേണ്ട. ആഴ്ചയിൽ 5 ദിവസം, അത് രാവിലെയോ വൈകുന്നേരം നമ്മളെ ബാച്ചുകളുണ്ട്, അത് ഏത് നല്ല ബാച്ച് നോക്കി നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ബാച്ച് നോക്കി ചെയ്യാം. ഇപ്പം നമുക്കുള്ള സൗകര്യം എന്താ വെച്ചാൽ ഇൻ്റർനാഷണൽ ബാച്ചുകളാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആപ്പിളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ 7 മണിക്ക് ലൈവ് ക്ലാസ് ചെയ്താൽ അത് ഓരോ രാജ്യത്തെയും ആ രാജ്യത്തെ 7 മണിക്കേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ രാത്രി 8 മണിക്കുള്ള ലൈവ് ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിലും രാത്രി 8 മണിക്കുള്ള ആ ക്ലാസ് വർക്ക് ചെയ്യുക. അങ്ങനത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നിർബന്ധമായിട്ട് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. രാവിലെയോ വൈകുന്നേരമോ, രാവിലെ 7 മണിക്ക് നിങ്ങൾ ഏത് രാജ്യത്താണ് നിൽക്കുന്നത് ആ രാജ്യത്തെ 7 മണിക്ക്, രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് ഒരു ദിവസം അരമണിക്കൂർ. ശ്രദ്ധിക്കേണ്ടത്, എന്ന് എക്സസൈസ് ചെയ്യേണ്ട, ഒരു 3 ദിവസം ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ് എടുക്കുക, വീണ്ടും 3 ദിവസം ചെയ്യുക, ഒരു ദിവസം റെസ്റ്റ്, ആ പാറ്റേൺ ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഒരു ദിവസം അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേണ്ടത് ഈ കൺസിസ്റ്റൻസി, സ്ഥിരത. ഈ നമുക്കില്ലാത്ത മലയാളിക്ക് ഇല്ലാത്ത പ്രശ്നം വെച്ചാൽ എക്സസൈസ് നമ്മൾ ഓടിച്ചാലും വരും, എന്ത് ചെയ്യും, ഒരു 2 ആഴ്ച എക്സസൈസ് ചെയ്യും, പിന്നെ നിർത്തും. അല്ല, എക്സസൈസിൻ്റെ പ്രത്യേകത ചെയ്യുന്നത് കുറച്ച് ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. സ്ഥിരം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം ചെയ്യുക. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും. ചില ആളുകൾ എന്ത് ചെയ്യും, ഓടി ഒരു എക്സസൈസ് വരും, എന്ത് ചെയ്യും, 2 ആഴ്ച വെയിറ്റ് നോക്കും, വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പിന്നെ നിർത്തും. അങ്ങനെയല്ല, ഈ വെയിറ്റ് കുറയുക എന്നുള്ളത് പലർക്കും പല രീതിയിലാണ് ശരീരത്തിൻ്റെ പ്രത്യേകത വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്ര കോച്ച് പറയുന്ന രീതിയിൽ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക. റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്, റിസൾട്ട് ഘട്ടം ഘട്ടമായി നിങ്ങളെ തേടി വരും. നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ റിസൾട്ട് നിങ്ങളെ തേടി വന്നിരിക്കും. ഒരു 2, 3, 4, ഒരു 5-6 മാസത്തിൽ 100% റിസൾട്ട് വരും. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻസി ദ കീ ഓഫ് സക്സസ് എന്നാണ് പറയുക. എന്ത് വിജയത്തിൻ്റെ പിന്നിലും കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ചെയ്യുക, ആഴ്ചയിൽ 5 ദിവസം, എല്ലാ ആഴ്ചയിലും എക്സസൈസ് ചെയ്യുക. ഇതൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു 1-2 മാസം നമ്മൾ എക്സസൈസ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യേണ്ടി വരും. നേരെ ഒരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യും. മനുഷ്യൻ്റെ പ്രത്യേകത ഉണ്ട്, മനുഷ്യനൊരു കാര്യം ഒരു 21 ദിവസം മനുഷ്യനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യനെ സ്വഭാവമായി ഹാബിറ്റായിട്ട് മാറും. അങ്ങനെ സംവിധാനമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 1-2 മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖം തോന്നില്ല. ഇതെന്തൊരു സുഖമല്ലല്ലോ. അപ്പോൾ എക്സസൈസ് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, പല്ലിലേക്ക് കുളിക്കുന്നത് പോലത്തെ ഒരു ഹാബിറ്റായിട്ട് മാറണം. അങ്ങനെയാണ് എക്സസൈസിൻ്റെ രീതികൾ വന്നിട്ടുള്ളത്. എക്സസൈസ് സത്യത്തിൽ എത്രത്തോളം ചെയ്യണം എന്ന് പറഞ്ഞാൽ മരണം വരെ ചെയ്യണം എന്നാണ് പറയാം. പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വയസ്സാം കാലത്താണ്. വയസ്സാം കാലത്തൊക്കെ എക്സസൈസ് ചെയ്താൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല. കൈയും കാലൊക്കെ നല്ല നിർത്താനും നടക്കാനും ഒക്കെ നമുക്ക് പറ്റും, ജോലി ചെയ്യാനൊക്കെ പറ്റും. മറ്റത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹെൽത്തിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഹെൽത്ത് ലോകത്തിൽ എനിക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും സഹായിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വീടൊക്കെ വിചാരിച്ചോ, വീടൊക്കെ നമുക്ക് പല ആളുകളേക്ക് കുറച്ച് ക്യാഷൊക്കെ കടം വാങ്ങി, ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങി വീട് വെക്കാം. ഹെൽത്ത് അങ്ങനെയല്ല. ഹെൽത്ത് നിങ്ങൾ സ്വന്തം മെയിൻറ്റെയിൻ ചെയ്യണം, വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചോ, ഹെൽത്ത് എന്നുള്ള കാര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമുള്ള കാര്യം. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പം ഹെൽത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളൊരു കൈയിൻ്റെ എക്സസൈസ് ചെയ്യാൻ വിചാരിച്ചോ, നിങ്ങൾ എത്ര മെലിഞ്ഞ ആൾക്കാരാണ് സ്ഥിരമായിട്ട് കൈയിൻ്റെ എക്സസൈസ് നല്ല ആ മസിൽ ബലപ്പെടും. അപ്പം നിങ്ങൾ ഏത് മസിലും വേണമെങ്കിൽ നിങ്ങൾ എത്ര വീക്കാണെങ്കിലും എന്ത് ചെയ്യുക, ഹെൽത്തി ആക്കാൻ പറ്റും. ഒന്നും ഇത്രേ ഉള്ളൂ, ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞു വെള്ളം കുടിക്കേണ്ടത് പ്രത്യേകത പറഞ്ഞു.
ശാസ്ത്രം പറയുന്ന ഒരു ദിവസം ഒരു ആരോഗ്യമുള്ള ആൾ ഒരു 3 ലിറ്റർ വെള്ളം മീൻസ് 15 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കുടിക്കാം. ഇപ്പോൾ ചായ ആയിട്ട്, കാപ്പിയായിട്ട്, കറികളായിട്ട് കുടിക്കുക. അങ്ങനെയൊക്കെ പല രീതിയിൽ ഒരു ദിവസം ഒരു 10-15 ഇടയിൽ ഗ്ലാസ് വെള്ളം അകത്ത് ചെന്നിരിക്കണം. നമ്മൾ ഈ ഇതിൽ കേൾക്കുന്ന ആളുകൾ തടി കൂടിയ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മെലിയണം എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. ശ്രദ്ധിച്ചോ? ഇങ്ങനെ എക്സസൈസ് ചെയ്തു മെലിഞ്ഞു വെള്ളം നല്ലോണം കുടിക്കണം. കാരണം ഈ ഫാറ്റ് ബേൺ നമ്മൾ കൊഴുപ്പ് ഉരുകുന്ന പ്രോസസ്സിലേക്ക് ഒക്കെ വെള്ളത്തിന് നല്ല ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ദഹന പ്രക്രിയക്ക്, നമ്മളെ വേർപ്പ് ഗ്രന്ഥികൾക്ക് ഒരുപാട് ബോഡിയിൽ ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കൃത്യമായിട്ട് വെള്ളം കുടിക്കേണ്ടതുണ്ട്. വെള്ളം നല്ല കുടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരീരഭാരം കുറയുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോഴാണ് ചില നമ്മളെ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ സ്ത്രീകളുടെ പ്രത്യേകത. അവരെന്ത് ചെയ്യുന്നു? അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ബാത്റൂമുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ സ്കൂളോ കോളേജിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ അവരെന്ത് ചെയ്യും? ജോലിക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ച് പോകും. പിന്നെ സ്കൂളോ കോളേജോ മടങ്ങി വന്ന് വൈകുന്നേരം മാത്രമേ മൂത്രമൊഴിക്കുള്ളൂ. ഇങ്ങനത്തെ ഒരു ശീലമുള്ള ഒരു രീതിയുണ്ട്. ഇത്തരം മക്കൾക്ക് ഭാവിയിൽ പല ഇൻഫെക്ഷൻസും, പല അസുഖങ്ങളും, പല ശരീര പ്രശ്നങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? മക്കൾ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ പോകുമ്പോൾ വെള്ളം കൊടുത്തയക്കുക. ഒരു പാത്രത്തിൽ ഒരു കുപ്പിയിൽ കൊടുത്തയക്കുക. അത് കുടിച്ചിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുക. ആ രീതിയിലേക്ക് വേണം നീങ്ങാൻ. അപ്പോൾ വെള്ളം, ശരീരഭാരം കുറയണോ? വെള്ളം കൃത്യമായിട്ട് കുടിച്ചിരിക്കണം. അത് പിന്നെ മാത്രമല്ല നമ്മളെ ശരീരത്തിൻ്റെ ടോട്ടൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് എന്ത്? കിഡ്നിയുടെ പ്രവർത്തനത്തിനും നല്ല വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുക? ബോധപൂർവ്വം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതിൽ പറഞ്ഞപ്പോൾ ഒരു ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റാൽ ഒരു 3-4 ഗ്ലാസ് വെള്ളം വെറും വയറ്റ് കുടിച്ചു നോക്കും. നല്ല ഉഷാറായി കുടിച്ചാൽ നല്ലൊരു എനർജി ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും രാവിലെ എഴുന്നേറ്റാൽ ഒരു ഛർദ്ദിക്കൂല. തുടക്കത്തിൽ എന്ത് ചെയ്യുക? ആദ്യത്തെ ഒരാഴ്ച 1 ഗ്ലാസ് കുടിക്കുക, അടുത്ത ആഴ്ച 2 ഗ്ലാസ് കുടിക്കുക. ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു പ്രാക്ടീസ് ചെയ്യുക. അതൊരു ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിനും നല്ലതാണ്. കാരണം മലബന്ധത്തിൻ്റെ പ്രത്യേകത, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ആമാശയത്തിലെത്തും. പിന്നെ ചെറുകുടൽ, വൻകുടൽ, മലാശയത്തിൽ ഈ വെള്ളം ഇങ്ങനെ ക്ലീനാക്കി എത്തും. ഇതിലെന്ത് ചെയ്യും? ഈ മലാശയത്തിലാണ് മലം കെട്ടിക്കിടക്കുക. അവിടെ എന്ത് ചെയ്യും? കെട്ടിക്കിടക്കുന്ന മലത്തെ ലൂസാകാനും പെട്ടെന്ന് പുറത്ത് വരാൻ സഹായിക്കും. മാത്രമല്ല വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവുള്ളതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിച്ച് ഒരു എനർജി ഫീൽ ചെയ്യും. ഇത് ഒരു 1-2 മാസം കുടിച്ച് കഴിഞ്ഞാൽ ഹാബിറ്റായിട്ട് മാറും. പിന്നെ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ശീലം കൂടി നമ്മൾ എന്ത് ചെയ്യുക? രൂപപ്പെടുത്തുക. ഇപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതിൽ ഏറ്റവും നല്ലത് ഗ്രാമപ്രദേശമാണ്. ഈ തിളപ്പിച്ചാറിയ വെള്ളമല്ല, പച്ച വെള്ളമാണ് നല്ലത്. അതിലുള്ള എല്ലാ മിനറൽസും കിട്ടുള്ളൂ. അതായത് ഇത് കേൾക്കുന്ന ടൗണിൽ താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. കാരണം ടൗണിലെ വെള്ളത്തിൽ എന്ത് ചെയ്യുക? പല മാലിന്യങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വെള്ളം എത്ര കുടിക്കണം? അത് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ശരാശരി ഒരാൾ എന്ത് ചെയ്യണം? ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുക. ഒന്നുണ്ട്, നമ്മളെ ചുണ്ടിൽ, നാവിൽ എപ്പോഴാണ് ദാഹം തോന്നുന്നത് ആ സമയം വെള്ളം കുടിച്ചിരിക്കുക. പിന്നെ മറ്റൊരു പ്രധാന പോയിന്റാണ് ആങ്സൈറ്റി, ടെൻഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങി ഞാൻ പറഞ്ഞു, കൃത്യസമയത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുക. കോച്ച് പറയുന്ന രീതിയിലുള്ള എക്സസൈസുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്യാമറ നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും ഓഫായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് നിങ്ങളൊരു വിശ്വാസമാണ്. പറയുന്ന പോലെ എക്സസൈസുകൾ ചെയ്യുക, കഴിഞ്ഞത്ര സ്റ്റെപ്പുകൾ ചെയ്യുക, പിന്നെ കൺസിസ്റ്റൻ്റായി ചെയ്യുക. പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യുക? വലിയ ക്ഷീണം വരികയാണെങ്കിൽ ഒന്ന് ക്ഷീണം മാറ്റിക്കോ. 3-ാം ദിവസമായിട്ടുള്ളൂ, ക്ഷീണം മാറ്റിക്കോ. പിന്നെ ഓടോ ചാടലൊക്കെ ഉണ്ട്. ആ സമയത്ത് കൂടുതൽ തടിയുള്ള ആളുകൾ അല്ലെങ്കിൽ മുട്ട് ഡാമേജുള്ള ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി നേരെ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, എന്ത് ചെയ്യുക? എല്ലാവരും എൻജോയ് ചെയ്ത് ക്ലാസ് ചെയ്യണേ. ഓക്കെ, റൈറ്റ്.